ഞാൻ അവനെ ബ്ലോക്ക് അടിച്ചു. അതിൻ്റെ ഇടയിൽ വേറൊരു കോമഡി കേട്ടോട്ടോ. ഇന്നലെ ഷെറിനെ നമ്മളെ ലൈവ് ഇട്ട സമയത്ത് ഞാൻ കട്ടാക്കിയില്ലേ, വേറൊരു കോമഡി കേട്ടോ. വേറൊരു കോമഡി പറഞ്ഞുതരാം. അത് ഇപ്പം പറഞ്ഞവൻ ഇന്ന് വെളുപ്പിന് വന്നവനാണ്. വേറൊരു ഹിറ്റ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അവനും ഓടി എന്നെ പേടിച്ച്. ഒരു ഹിറ്റ് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ്. ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ ഗെയിം ലൈവ് ഇട്ടില്ലേ ഷെറിനെ, ഞാൻ വെക്കുന്നത് കട്ടായി പോയില്ലേ, ആ ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ, വെയിറ്റ്. അത് അതിനും വലിയ ഹിറ്റാ. അതൊരു അപ്പൂപ്പൻ, ഞാൻ പറഞ്ഞുതരാം. മഴ പിന്നെ എനിക്ക് വയ്യ. ഷെറിനെ അതൊരു വലിയ നമ്പർ 1 ഹിറ്റാണ്. ഇന്നലെ ഞാൻ ടിക്ടോക്ക് ലൈവ് കട്ടാക്കി. ഓൾറെഡാ ടിക്ടോക്ക് ലൈവ് കട്ടാക്കിപ്പോണ്ടല്ലോ അശ്വ ചേച്ചി. ഒരു കിളവൻ കോൾ വരുന്നത് അല്ലടി, അയാളെ വന്നത്. അത് നീ കേൾക്കി, ഞാൻ ഇന്നലെ കട്ടാക്കിയില്ല വെക്കുന്നത്. അത് നിന്നോട് മെസ്സേജ് അയച്ചില്ലേ ഷെറിന് ഇന്നലെ? ആ ടൈമിൽ ഒരു വേട്ടാവളയും വന്നു. ഓക്കെ, ഒരു കിളവനാ. ഇവിടെ എവിടെയോ ഷാർജയിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നൊരു മൈരല്ല, പേര് പറയണില്ല. അവൻ വന്നു മോളെ. അവൻ രണ്ടാമത്തെ വട്ടം വന്നേ. ആദ്യത്തെ വട്ടം എനിക്ക് അത്ര ഉപദ്രവമൊന്നും ഉണ്ടായില്ല. സംഭവം 1 മിനിറ്റത്തെ കേസേ ഉള്ളൂ. അവൻ 3 മണിയായിട്ട് വന്നിട്ട് ഞാൻ സ്പായിൽ പോയി. പൊക്കമുള്ള കട്ടിലാണ്, കുറച്ച് പൊക്കമുള്ള കട്ടിലാണ്. ആ കിളവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷെറിന് ഞാൻ മെസ്സേജ് അയക്കാതെ എൻ്റെ മക്കളാണ് നിർത്തിയത്. ഷെറിനോട് ചോദിച്ചോ, ഞാൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഷെറിനെ നിനക്ക് ഞാൻ മെസ്സേജ് വിട്ടില്ലേ, ഇപ്പോൾ പറയാം, സമയം ഞാൻ പറയാം. ഷെറിൻ്റെ മെസ്സേജ്. ഷെറിനെ വെളുപ്പിന് 4:19, 3:40 ഇല്ലേ, 3:40, 3:30 കണ്ടതാ. 3:30 ഞാൻ ഷെറിന് മെസ്സേജ് വിട്ടില്ലേ. ആ ഷെറിന് ഇങ്ങനെ ചാറ്റി കുടിക്കാം. അവൻ പൊക്കള കളിന്റെ എൻ്റെ ഈ കാല് ഇങ്ങനെ ഞെട്ടോടിച്ചോണ്ടിരിക്കുക. ഷെറിന് ഞാൻ മെസ്സേജ് അയക്കുന്നു, എൻ്റെ കാല് ഞാൻ നിവർത്തി വെച്ചു കൊടുത്തു. അവൻ എൻ്റെ കാല് ഇങ്ങനെ തിരിഞ്ഞു തന്നോണ്ടിരിക്കുക. എനിക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട് മസാജ്. ഞാൻ ഷെറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. കാലാരാ? അവൻ്റെ വടിക്ക് ഇല്ല, ചിരിക്കുന്നു. ഷെറിന്റെ ഫോൺ ചാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ കാലും മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റിക്ക് ഇറിറ്റേഷൻ വന്നു. ഷെറി ഫോൺ വെച്ചു. ചേട്ടാ മതി, ഓക്കെ, സുഖമുണ്ട്. ഞാൻ പറഞ്ഞു കിടന്നോളം ഉണ്ട്. ഭയങ്കര ഹിറ്റാട്ടോ, ഭയങ്കര ഹിറ്റാണ്. അങ്ങനോട് ഞാൻ പറഞ്ഞു, മാന്യമായിട്ട് പറഞ്ഞു, ചേട്ടാ നിക്കറും പാൻറ്റും ഇല്ല, കാശ് ആദ്യം മേടിച്ചത് നന്നായി. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടോട്ടെ, നാളെ ട്രോള് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കൊള്ളാണ്ട് വരും. ലിപ്സ്റ്റിക് ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല. ഞാൻ ഏതെങ്കിലും മയമാരെ ട്രോൾ ചെയ്യാലോ, നാളെ യൂട്യൂബിൽ ഓടേണ്ടതല്ലേ. യൂട്യൂബിൽ ട്രോളുമ്പോൾ നല്ല രീതിക്ക് ഓക്കെ സെറ്റ് കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. കേക്ക് ആർക്കാ ശരിക്കും മസാജ്? ഇത് കേക്ക് ചേച്ചി. അപ്പോൾ ഓക്കെ, കൈ കയറി പോകുന്നു. യൂട്യൂബിൽ നാളെ കാണണ്ടല്ലേ. കേട്ടോ. എന്നിട്ട് ഞാൻ എന്താക്കി, ഈ ആളോട് പറഞ്ഞ്, ചേട്ടാ പാൻറ് ഊരി നിക്കർ ഊരി, പാൻറ്റും പട നിക്കർ പാൻറ് ഊരിയിട്ട് കടന്നോളം പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് മറ്റേ മേശ തുറന്ന് ഒരു ട്രൗസർ ഉണ്ടല്ലോ, നീല ട്രൗസർ, അതിങ്ങനെ കൊടുത്തു. ഞാൻ അത് മാത്രമേ ചെയ്തോളൂ. ഓക്കെ. ഷെറിനെ ചാറ്റിങ് കൊണ്ടിരുന്ന് എൻ്റെ കാലം തിരുമ്പി തന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ചേട്ടാ മതി, എഴുന്നേക്ക്, നിക്കർ പാൻറ് ഊരിയിട്ട് ഇത് ഈ നിക്കർ അങ്ങ് ഇട്ടോളം പറഞ്ഞു. ഞാനത് ഇട്ടോളം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. അപ്പോൾ പാൻറ് ഊരി ഇട്ടപ്പോഴേക്കും ആ ട്രൗസറിലേക്ക് എന്തായിരിക്കും? അതോടെ എൻ്റെ കാര്യം കഴിഞ്ഞേ, എൻ്റെ ജോലി കഴിഞ്ഞു. എനിക്ക് തുടങ്ങുമ്പോൾ ഒന്നും വന്നില്ല. ഞാനല്ല ഉത്തരവാദി, അത് അവൻ്റെ ഉത്തരവാദി. അവനാണ് അവൻ്റെ ഉത്തരവാദി. എന്നെ തെറിപെട്ട് വലിയ കാര്യമുണ്ടോ? എന്നെ തെറിപെട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ പറ. ആടാ പാൻറ് ഊരി ട്രൗസർ ഇങ്ങനെ കയറ്റി ഇട്ടിപ്പിക്കും. മൊട്ടമണി എൻ്റെ ഉള്ളിൽ തിരികിട്ടത് അതേപോലെ ചീറ്റിപ്പോയി. എന്നെ എന്തു പറയാൻ പറ്റും?
ഞാൻ നോക്കിയപ്പോൾ നന്നായി. അപ്പം ഞാൻ എന്താക്കി ഒന്നും കൂടെ ഷെറിൻ്റെ ഫോൺ എടുത്തു, ചാറ്റി വെച്ചു. അപ്പം അതിനോട് അയാൾ പറഞ്ഞു, ബിജിക്ക് ഫുഡ് എന്തെങ്കിലും വേണോ? ഞാൻ പറഞ്ഞു വേണ്ട. നിനക്ക് ഫുഡ് മേടിച്ച് തരല്ലേ വന്നു? എനിക്ക് വേണ്ട, ഫുഡ് വേണ്ട. അപ്പോൾ ബിജി എന്നാൽ ശരി ചേട്ടൻ വിശക്കുന്നോ എന്നും പറഞ്ഞിട്ട് 3 ചപ്പാത്തി എൻ്റെ മക്കളെ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ എടുത്തുകൊണ്ട് കാണിച്ചു തരാം. 3 ചപ്പാത്തി, ഒരു ചിക്കൻ 16 പിന്നെ അയാൾക്ക് ഒരു അവക്കാട ജ്യൂസും എനിക്ക് ഒരു തണ്ടർ കോക്കനട്ട് മിൽക്ക് ഷേക്കും ഒരു ഗ്രേവിയും ഓക്കെ 48 ദിർഹംസ് അയാൾ പൈസ കൊടുത്തു. ഓക്കെ, അപ്പം അയാളോട് ഞാൻ പറഞ്ഞു ഒക്കെ പോയല്ലോ, പാൻറ്റും ഷർട്ട് എടുത്തിട്ടോ, ചേട്ടൻ്റെ ഫുഡ് വന്ന് ഞാൻ ആ മേശമ്മ നിരത്തി ഫുഡ് കൊടുത്തു, ജ്യൂസ് അത് കുടിച്ചു. അപ്പം അതുകൊണ്ട് പൊറോട്ട വേണ്ട, എന്നോട് പറഞ്ഞു നീ റൂമിൽ പോകുമ്പോൾ കൊണ്ടോക്കളം പറഞ്ഞു. ഞാൻ ആ 16 എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ നുണ പറയണം, ഞാൻ നുണ പറയാം. കാണിച്ച എൻ്റെ മക്കളാണ് സത്യം. ഇതാ ഇന്നലെ അയാൾ ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നുണ പറയല്ല, പ്ലീസ് തെളിവ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരും. ഞാൻ പറഞ്ഞു ഞാൻ നുണ പറയല്ല, ഞാൻ പറഞ്ഞു 48 ദിർഹംസ് എൻ്റെ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഞാൻ കുടിച്ചില്ല. ഞാൻ പകൽ സത്യം അയാൾ എനിക്കിതാ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ 4 ചപ്പാത്തി പറഞ്ഞു. ഓക്കെ 1, പിന്നെ ചിക്കൻ 65 അതിലാകുമ്പോൾ അയാൾ കഴിച്ചതാ. ഇത്ര എനിക്ക് മേടിച്ചു തന്നിട്ട് അയാൾ എന്താക്കി, ഗോയ്സ് ഇതൊക്കെ അയാൾ ശരിക്കും ഇതാക്കിയല്ലേ, ഞാൻ തൊട്ടില്ലേ. അയാളെല്ലാം പോയി അയാളോട് ഞാൻ പറഞ്ഞു ഓക്കെ പാൻറ് ഇട്ടോളാൻ പറഞ്ഞു. അയാൾ ഇതൊക്കെ മേടിച്ചു തന്നു. ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട് കേക്ക്, കാരണം എനിക്കതൊന്നും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വെയിറ്റ്. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഡയറ്റിംഗ് ആണ്, എനിക്ക് പൊറോട്ടയും ഇതൊന്നും വേണ്ട, എനിക്ക് ഓൺലി കോക്കനട്ട് മിൽക്ക് ഷേക്ക് മതി, ഞാനിത് കുടിച്ചോളാം, ചേട്ടാ ഇത് കഴിച്ചോളാം. അയാൾ ഒരെണ്ണേ കഴിച്ചു. അപ്പം അയാൾ പറഞ്ഞു ബാക്കി നീ റൂമിൽ പോകുമ്പോൾ കൊണ്ടോക്കോ. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചപ്പാത്തി കഴിക്കാതെ നീ കൊണ്ടോക്കോളം പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ ഒന്നുകൂടി ഷെയർ മെസ്സേജ് അയക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ ശരി എന്നാ പിന്നെ കാണാം. അയ്യോ അങ്ങനെ പോവാല്ലോ, ഒന്നും കൂടെ വേണം, ഒന്നും കൂടെ വേണം. അയ്യോ കഴിഞ്ഞു, അയ്യോ അങ്ങനെ പറ്റില്ല, എനിക്ക് ഒന്നും കൂടെ വേണം. ഞാൻ അത് പറഞ്ഞിട്ടല്ലേ വന്നീന്ന്. ആണോ എന്നാ കാശ് എടുക്ക്, കാശില്ലാന്ന് എന്നാ വിട്ടോ. എന്തോന്നാ ബിജി ഒന്നും ചെയ്തില്ല, ചേട്ടന് പോയി ഞാൻ എന്താക്കാൻ പറ്റും? അയക്ക് ഒന്നും കൂടെ വേണമെന്ന് എനിക്കങ്ങ് പ്രഷർ കയറിയില്ലേ. ചേട്ടൻ്റെ സാധനം എനിക്ക് വേണം, ചേട്ടൻ പോയി എനിക്ക് പറ്റൂല. ബിജി നീ എന്ത് മരത്തര കാണിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ എന്താക്കി എന്നാ ശരി കേടാന്ന് പറഞ്ഞു. പോകണ്ടേ ഒറ്റ എഴുന്നേക്കണ പോലുമില്ല. ലാസ്റ്റ് എനിക്ക് മടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ കൈ കഴിക്കണം എന്ന് പോലെ എന്തൊക്കെയോ പറഞ്ഞ അയാൾ പോയി. അയാളെ പറഞ്ഞു വിട്ടു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അയാൾ. ലാസ്റ്റ് എന്നെ പ്രാഗിട്ടും പോയടാ, എന്നെ പ്രാവി ആ പൂപ്പൻ ഞാൻ മുടിഞ്ഞു പോകണമെന്നായിരിക്കും പ്രാവിയിട്ടുണ്ടാവുക. എനിക്ക് പറ്റില്ല, ഒന്ന് പോയി. ഞാൻ പിന്നെ എന്താക്കാനാ, ഞാൻ തൊടാണ്ട് തന്നെ പോയി. എൻ്റെ മുന്നിൽ തുണി ഊരിയിട്ടുണ്ട്, ഞാൻ കാശ് കൊടുക്കും. ആരായി ഷർട്ടും നിക്കറും ഊരിയിട്ടുണ്ടോ, ഞാൻ കാശ് കൊടുക്കും. ഒക്കെ അത്രേ ഉള്ളൂ. അത് പോയാലും ശരി ഇല്ലെങ്കിൽ ശരി, അത്രേ ഉള്ളൂ.